ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങളൊരു ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ആ ഒരു കണ്ണ് കെട്ടിയൊരു അവസ്ഥയാണ്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതിലൊന്ന് വിട്ടുകളയണോ, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിലൊരു പുതിയ ജോബ് ഓഫറൊക്കെ വന്നിട്ട് അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം വിട്ടുകളയണോ, അല്ലെങ്കിൽ ആ ഒരു പുതിയ കാര്യം സ്വീകരിക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആകാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തൊക്കെയോ ഇഷ്യൂ ആയിട്ട് ഇതിനെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നതാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കാരണം കണ്ണ് കെട്ടിയൊരു അവസ്ഥയാണ്. കുറേ ആൾക്കാർക്ക് തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ, പക്ഷേ തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് ആരെയും വേദനിപ്പിക്കാതെ നല്ലൊരു തീരുമാനമെടുക്കണം എന്നൊക്കെ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കർമ്മ വരാതെ തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചില ആളുകൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നതാവാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ ഇവിടെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ടൊക്കെ പുറത്തു പോകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതൊരു യൂണിയനാണ്, ഒരു ഹാപ്പി ഫാമിലിയാണ്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവലൊക്കെ ചെയ്തു പോയി നിങ്ങളുടെ ഫാമിലിയെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു തോന്നൽ ഈ സമയം വന്നേക്കാം. അപ്പോൾ അവരുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് വീടാണ്. അതായത് കുട്ടികളുമായിട്ടൊക്കെ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. പിന്നെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം പോലും ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.
പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സൺ കാർഡാണ്. അപ്പോൾ ഇതിൽ വലിയ സന്തോഷമാണ്, നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് അറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സാം പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം, അത് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം, അത് നിങ്ങൾ മറ്റുള്ളവരോട് അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും കോൺഫിഡൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഒന്ന് ഹീലായിട്ടുണ്ടാവാം. അതായത് പാസ്റ്റിലുള്ള ആ ഒരു ട്രോമയൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഇത്രയും നാളും ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല, അല്ലെങ്കിൽ ഇനിയെല്ലാം ശരിയാക്കും, അതിനുള്ള സമയമാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഹാപ്പിനെസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം അത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സമയം നടക്കുന്നതുമാവാം. അപ്പോൾ മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡായി പോയി എന്നാണ് കാണാൻ കഴിയുന്നത്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സഹിച്ച ഒരു കാര്യമായിരിക്കാം ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആക്കിയ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഒരു അസുഖത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുന്നതാവാം. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമോ ഒക്കെ അതിൽ നിന്നും അസുഖം ഭേദമായി അതിൽ നിന്നും ഇറങ്ങുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അതിൽ നിന്നും ഈ സമയം നിങ്ങൾ പുറത്തിറങ്ങുന്നു കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളെ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ട്രാപ്പിലായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു 10 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങുമാണ്. സൺ കാർഡ് ഒരു പുതിയ തുടക്കവുമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിള് എൻഡായി ഒരു പുതിയ തുടക്കമാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ സക്സസ് ആകും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിയൻ എനർജി ഈ ഒരു സമയം ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു സമയമാണിതെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അത് ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫെമിനിയൻ എനർജി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് പോലെ കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ
നിങ്ങളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാവാം. അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ആ ഒരു വഴികാട്ടി അത് നിങ്ങളുടെ സോള് തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. അതായത് അത് വെറും തോന്നലുകളാക്കി നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായും ഇവിടെ വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി അത് വളരെ ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാണ്. ഈ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആ ഒരു ശക്തിയാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ശക്തി വേണം. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ഫെമിനിയൻ എനർജി ആ ഒരു ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതായത് ഇനി മുന്നോട്ട് നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പൈസ നിങ്ങൾ മാറ്റിവെക്കാനൊക്കെ ഈ ഒരു സമയം തീരുമാനിക്കുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള പൈസ അത് എങ്ങനെ ചിലവാക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കൂടുതലും നിങ്ങൾ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നല്ലൊരു വീട് വേണം, നല്ലൊരു വണ്ടി വേണം, അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ തരത്തിലാണ്. അത്തരത്തിൽ ചേഞ്ച് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിക്കും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കുള്ള മറ്റുള്ളവർ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയാം. ചില ആൾക്കാർ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും അവരിൽ നിന്നും വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ഒന്ന് ഫുർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അവരെ അവരുടെ വഴിക്ക് വിട്ട് കളയുക. പ്രത്യേകിച്ചും നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയേക്കാം. അത്തരത്തിൽ പല ആളുകളും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. കാരണം ഇവിടെ 5 ഓഫ് വാൻസിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് മാറുക. ആ ഒരു കാര്യം നിങ്ങൾ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം നല്ലതല്ല എന്നൊക്കെ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കുക, ഈ നടന്ന എല്ലാ കാര്യത്തിനും പിറകിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതായത് എന്ത് വേദനിപ്പിച്ച കാര്യം സംഭവിച്ചതിനും പിറകിൽ നിങ്ങൾക്ക് അതിനൊരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹിഡൻ ബ്ലെസ്സിങ് അത് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ
നമ്മുടെ കൂടെ ഇപ്പം ഇല്ലാത്ത ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കണം എന്നാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള, ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളിവിടെ കാണാതിരിക്കുന്നു എന്നാണ്. ഒരുപാട് തരത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള നന്മകളിലൊന്ന് നോക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല, അതൊന്ന് ഫോക്കസ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു നഷ്ടബോധത്തിൻ്റെയൊക്കെ ഒരു എനർജിയാണ്. അതായത് ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കായി പോയി, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, പ്രിയപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, പല വ്യക്തികളും അകന്നുപോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിവിടെ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ ഒന്ന് മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. ഇതിൽ പൈസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തോ കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൈസയെക്കുറിച്ചുള്ള ചിന്തകൾ ചിലപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പൈസയ്ക്ക് നിങ്ങൾ തേടുന്നതാവാം. അതിന് വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ മുന്നോട്ട് എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങളിവിടെ ഒന്ന് കാമായിട്ടിരുന്ന് നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓൾറെഡി നല്ലൊരു ഗൈഡൻസ് ഉണ്ട്, നല്ലൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എൻഡ് ആകുന്നുണ്ട്. ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങളിവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും, അതായത് സ്നേഹം, വിശ്വാസം, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ്, നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളത് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേരിടേണ്ടി വന്ന പരിഗണനയില്ലായ്മയും അല്ലെങ്കിൽ വേദനയും നിങ്ങൾക്കിനി അത് വേണ്ട എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇനിയും ആർക്കു മുന്നിലും നിന്നു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് എവിടെയാണോ മൂല്യം ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാമെന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ വിട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ
വരാനും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്നു പറയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു സമയം പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് മറ്റുള്ളവർക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു സ്നേഹം ഈ സമയം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തണം എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആരാണോ നിങ്ങളെ ആശ്രയിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഒരു സഹായത്തിന് വരുന്നത് ആരാണ്, അവരെ നിരാശപ്പെടുത്തരുത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്തെന്നാൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്നൊക്കെ അവർ പറയാനൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ്. റിയലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, യാഥാർത്ഥ്യബോധമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്ര നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന എനർജിയാണ്. നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാവാം. അപ്പോൾ ഫിനാൻഷ്യൽ ഒരു സെറ്റപ്പിൽ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാലം നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതുമാവാം. പക്ഷെ അത്തരത്തിൽ ഈ ഒരു സമയം ആരെങ്കിലും വരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾക്കൊരു എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ചില ആളുകൾ ഈ ഒരു സമയം നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും ട്രിഗർ ചെയ്താലും ഇറിറ്റേറ്റ് ചെയ്താലും ഒന്നും ഈ സമയം നിങ്ങൾ അങ്ങനെ ചൂടാകാനൊന്നും പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അത് നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെ എപ്പോഴും ട്രിഗർ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവായിരിക്കും. നമ്മൾ ആരുടെയും സപ്പോർട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതിരിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫുള്ളി ചേഞ്ച് ആയി എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിയുക. കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയം ആ സാഹചര്യത്തിൽ നിന്നും മാറി കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ കുറേ സന്തോഷങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ സന്തോഷങ്ങൾ അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതൊരു കോളായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടോ ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴോ സ്വപ്നം കണ്ടത്,
നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കുറേ മൂമെന്റ്സ് ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു 6 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങൾ കുറേ നാളുകൊണ്ട് കണക്ട് ചെയ്യാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പണ്ട് എപ്പോഴോ കൂടെ ഉണ്ടായിരുന്ന ഒരു ആള്, നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഈ ഒരു സമയം കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ്. അവരെ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ്. നിങ്ങൾ ഏറ്റവും കണക്റ്റഡ് ആയ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.